ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീക്കും ഗമനിഗമം മകളധികമാനീ സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി എവിടേക്കാ ഈ കാലത്ത് തന്നെ? ചേച്ചി എന്തായി പറയുന്നേ? ദിവസങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എന്റെ ലീവ് തീരുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. അല്ല, നല്ലൊരു ഉത്തരാടായിട്ട് നീ എവിടേക്കാ രാവിലെ തന്നെ കളസൊക്കെ ഇട്ട്? ഒന്ന് രണ്ടു പേരെ കാണാനുണ്ടമ്മേ. ദാ ഇന്നും നാളും ഓണസദ്യ തറവാട്ടില്ല. അമ്മാവൻ പ്രത്യേകം വന്ന് ക്ഷണിച്ചതാ. എവിടെ പോയാലും ശരി ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങ് എത്തിയേക്കണം. ശരി. ഉണ്ണികൃഷ്ണല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? ഞാനും ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ല. നിങ്ങള് NRIക്കാര് സാധാരണ ബാങ്ക് കൗണ്ടറിലുള്ള പാവങ്ങളെ അറിയില്ലല്ലോ. നേരിട്ട് ബാങ്ക് മാനേജറുടെ ക്യാബിലാണല്ലോ ഇടപാട്. ആ, എന്താ ഇവിടെ? മാനേജറെ ഒന്ന് കാണാൻ വന്നതാ. എന്താ മാനേജറൊന്ന് വരാൻ പറഞ്ഞിരുന്നോ? അല്ല, ഒന്ന് കാണണമെന്ന് കരുതി. ഒരു ലോണിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് മാനേജർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഹോളിഡേ ആണോ? അപ്പോ ഈ ലോകത്തൊന്നും അല്ലേ, ഇന്ന് നാളെ ഹോളിഡേയ്സാ. ഉത്രാടം തിരുവോണമൊക്കെ ഞങ്ങൾ ബാങ്കുകാർക്കും ഉണ്ടേ. എന്നാ ഞാൻ പോട്ടെ. അല്ല, ഈ മാനേജർ എവിടെ താമസിക്കുന്നത്? അടുത്ത ജംഗ്ഷനിൽ ചെന്ന് വലത്തോട്ടൊരു ഇറക്കമുണ്ട്, ശ്രീരംഗല്ലേ, ഹൗസ് നമ്പർ 43. ആശാൻ അവിടെ കാണാൻ യാതൊരു വഴിയുമില്ല. എന്നാ ശരി. ശരി. അല്ല മോനെ, മാനേജർ സാർ അകത്തുണ്ടോ? ആര്? കള്ളനോ? എന്ത് വേണം? ആരാ? ഞാൻ ഉണ്ണികൃഷ്ണൻ. സാറില്ലേ അകത്ത്? എന്താ പ്രശ്നം? സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഓഫീസിലാണെങ്കിൽ ബാങ്കിൽ ചെന്നാ മതി, അങ്ങനെ അച്ഛൻ പറയാറ്. ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാ മതി. ഗൾഫിൽ നിന്ന് വന്ന ഉണ്ണികൃഷ്ണൻ. ഇത്തിരി പേഴ്സണലും കൂടിയാ. അകത്തേക്ക് വരൂ.
മോന്റെ പേര്? പോടാ. ആരിത് ഉണ്ണിയോ? വീടെങ്ങനെ തപ്പി പിടിച്ചു? ഞാൻ ബാങ്കിൽ പോയിരുന്നു സാർ. ഇന്ന് ലീവാന്ന് ഓർത്തില്ല. ആഹാ, അത് നല്ല തമാശ. ഞങ്ങള് സത്യക്രിസ്ത്യാനികൾ കൂടെ അറിയാം ഇന്ന് 1-ാം ഓണമാ, നാളെ തിരുവോണമാന്നൊക്കെ. എന്നിട്ടാ സാർ, നമ്മുടെ ആർക്കിടെക്ട് ഇതുവരെ എനിക്കും ഇപ്പം അയാളുടെ മട്ടും ഭാവം അത്ര പിടിക്കുന്നില്ല. താനിരിക്കെ നമുക്ക് അന്വേഷിക്കാം. ഞാൻ ഉടുപ്പിട്ടുണ്ട് വരട്ടെ. ശരി. ഓഹോഹോ, രക്ഷയില്ല. ഇനിയിപ്പോ ഇന്ന് ഒഴിവായിരിക്കൂ? നോ നോ, അയാളെ ഞാൻ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നു. പിടിവരാതെ നടക്കല്ലേ. എവിടെ പോവാൻ? എന്റെ ഓഫീസിൽ വന്ന് എന്നെ പരിചയപ്പെട്ടത് അയാള്. കണ്ടപ്പോ വലിയ കുഴപ്പക്കാരനല്ലെന്ന് തോന്നി. എന്നെ പറ്റിച്ചാ വെറുതെ വിടില്ല ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഉണ്ണികൃഷ്ണൻ സമാധാനിക്ക്. എന്റെ ഒരു കസ്റ്റമറെ, അതും വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു NRI കസ്റ്റമറെ അയാൾ പറ്റിച്ചാൽ അത് എന്നെ പറ്റിക്കുന്നതിന് തുല്യല്ലേ? വാ, എന്റെ പരിചയത്തിലുള്ളതാ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ. നമുക്ക് ഈ സലാഹുദ്ദീൻ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. താൻ വാ, സമാധാനമായിട്ട് വാ. അല്ല, ആരിത്? അച്ഛനെന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? ഇരിക്കൂ. ഇത് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നമസ്കാരം. എന്റെ ബാങ്കിലെ ഒരു NRI കസ്റ്റമറാ. ഇപ്പോ ലീവിന് വന്നിട്ട് അധികമായിട്ടില്ല. പുള്ളിക്കാരന് ഒരു വീട് വെക്കാൻ ഞാൻ ഒരു എഞ്ചിനീയറെ ഏർപ്പാടായി കൊടുത്തു. അയാളിപ്പോ ഇയാളെ പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുക. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആള് തന്നെ? ബാങ്കിൽ വന്നിട്ടുള്ള പരിചയം മാത്രമാ. ഊരേതാന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യം എന്താ? ആള് കൊള്ളാമെന്ന് തോന്നിയോണ്ടാ ഞാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണന് പരിചയപ്പെടുത്തിയത്. ക്യാഷ് ഇൻവോൾവ്മെന്റ് ഉള്ളതും? 2 ലക്ഷം രൂപ എന്റെ ആകെയുള്ള സ്ഥലം വിറ്റ വകയില്. അതും അയാള് തന്നെ വിറ്റ് തന്നത്. പണം കൺസ്ട്രക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് അയാൾ പറഞ്ഞത്. കരഞ്ഞത് കൊണ്ട് എന്താ കാര്യം? നമുക്ക് അന്വേഷിക്കാം. ഒരു പെറ്റീഷൻ എഴുതി സെക്ഷൻ കൊടുത്തേക്കും. മാനേജർ സാർ ഇടപെട്ട കേസായതുകൊണ്ട് ഞാൻ പ്രത്യേകം അന്വേഷിക്കാം. വേലായനാരെ, വേലായനാരെ, മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഡീറ്റെയിൽസ് പറയും. ഒരു പരാതി എഴുതി വാങ്ങിച്ചേക്കൂ. ഉണ്ണികൃഷ്ണൻ ചെല്ലൂ, ഞാൻ വഴി ഉണ്ടാക്കാം. ഓ, താങ്ക് യു. ഓ, പോയിട്ടോ. അത്ര പ്രസ് ചെയ്യണ്ട. ആള് നമ്മുടെ സലാഹുദ്ദീൻ സാഹിബാ. അയാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതൊക്കെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ അച്ചായന്റെ ഒരു തമാശയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ചെക്കന് സംശയം തോന്നും. വൈകിട്ട് കാണണം ക്ലബില്. നമ്മുടെ പ്രതി ഉണ്ടാവും. നമുക്കൊന്ന് കൂടാം. ഞാനുണ്ടാകും. എന്തു കാര്യം അത് ഉണ്ണി? എത്ര നേരം നിന്നെ ഞങ്ങൾ കാത്തിരിക്കണു. തറവാട്ട് പോണ്ടേ നമുക്ക്? നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് തീരെ വയ്യ. വല്ലാത്ത തലവേദന. എന്നാ ഞങ്ങളും പോണില്ല. എനിക്കത്ര താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ചേച്ചി എന്തിനാ വെറുതെ ചൂടാവുന്നേ? ഞാനൊന്ന് കിടന്ന് ഇത്തിരി കഴിഞ്ഞങ്ങ് വന്നേക്കാം. ചെന്ന് നന്നായി ഒന്ന് മേലെഴുത്. അപ്പൊ എല്ലാ തലവേദനയും പമ്പ കിടക്കും. ഈ വെയിലും കൊണ്ട് നടന്നിട്ട് എങ്ങനെയൊക്കെ. ഞങ്ങൾ ഇറങ്ങുക. നീ ഒന്ന് വേഗം വരണേ. വാ അമ്മേ. പായസം കൂടെ എടുത്തോളൂ.
കേസ് ഇഷ്ടം പോലെ ആവാം. കൃഷ്ണ കൈതൊഴ കൃഷ്ണ കൈതൊഴ കൈതവ ഗോപാലക ഞാൻ ചെയ്തൊരു ദുരിതശാന്തി കൈതവ ഗോപാലക ഞാൻ ചെയ്തൊരു ദുരിതശാന്തി വരുവതെന്നു വിരവിടുന്നു നല്ലൊരു പരമനേക്കു തരിക ദേവകീ സുത കൃഷ്ണ കൈതൊഴ കാണേണം നിന്നെ കാർവർണ ഉണ്ണേട്ടാ, ഉണ്ണിയേട്ടന്റെ മനസ്സ് എനിക്ക് വായിക്കാനാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല കേട്ടോ. എവിടെയും തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് ഇതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഒരു വിഷമമുള്ളൂ എനിക്ക്. നിന്റെ അച്ഛനും അമ്മയൊക്കെ ചില കണക്കൂട്ടലിരിക്കുക. അവരോട് ഞാനിത് എങ്ങനെയാ പറയുക എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നേ. ഞാൻ പറയാൻ വേണമെങ്കിൽ അമ്മയോട്. അത് വേണ്ട. അപ്പൊ നിനക്ക് വേറെ ബന്ധം വല്ലതും ഉണ്ടോന്നാവും അവരുടെ അന്വേഷണം. തൽക്കാലത്തേക്ക് അവരിത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. കൃഷ്ണൻകുട്ടിയോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉണ്ണിയേട്ടനെന്നും നല്ലതേ വരൂ. ഞാനും അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവനിത് എങ്ങനെ ഏട്ടനോട് പറയാൻ തോന്നി? ശ്രീദേവി അവന്റെ സഹോദരി പോലെയാണെന്ന്. എന്നാ പിന്നെ അവന് നേരത്തെ നമ്മളോട് പറഞ്ഞുകൂടായിരുന്നോ? സാരമില്ലമ്മേ, ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല. അവനെന്തോ ഇഷ്ടം തോന്നിക്കാണില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സിലിപ്പ് അവൻ നമ്മളോട് പറയാത്ത എന്ത്? എന്തോ ഉണ്ണിയുടെ മനസ്സ് 2-3 ദിവസമായി നല്ല അവസ്ഥയിലല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ. ആ കൃഷ്ണൻകുട്ടിയെ കണ്ട ചോദിക്കായിരുന്നു. അവനെ ഇപ്പൊ ഈ വഴി കണ്ടുകിട്ടാനേ ഇല്ല. എനിക്കൊന്നും അറിയാൻ വയ്യ എന്റെ ഭഗവതി. എന്റെ കുട്ടിക്കൊന്നും വരുത്തരുത്. അപ്പൊ രാജകുമാരാ, കയ്യിലുണ്ടായിരുന്ന ചെറിയ നാട്ടുരാജ്യവും ശത്രുക്കൾക്ക് തീരെഴുതി കൊടുത്തു അല്ലേ? കൊള്ളാം. പ്ലീസ്, മുറിവിൽ കുത്തി കൂടുതൽ നോവിക്കരുത്. ഉണ്ണി, ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ അമ്മാരെയൊക്കെ സൂക്ഷിക്കണമെന്ന്. ഇവിടെ കെട്ടിയിരിക്കുന്ന മതിലുകളും വേരുകളും മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. മണ്ണ് എല്ലാവരുടേതുമാണ്. അതിന് പ്രത്യേക അവകാശം പറയാൻ ആർക്കും പറ്റില്ല. ഞാൻ തന്നെ മനസ്സിലാക്കാൻ ശരിക്കും വൈകിപ്പോയി. എന്റെ ഉണ്ണി, അതാ കേശവന്റെ ജീവിതം. എവിടെയും ആർക്കും മനസ്സിലാക്കപ്പെടാനാവാതെ. ആ പോട്ടെ, വാ നമുക്ക് അന്തരമാന്റെ കടയിൽ നിന്ന് ഒരു ചായ ആവാം. വാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ഗൾഫ് മലയാളികളോട് എക്കാലവും കൂറും കടപ്പാടുമുള്ളവരായിരിക്കുമെന്ന്. പൊള്ളുന്ന മരുഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി തന്റെ സമ്പാദ്യം നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി അയച്ചു തരുന്ന ഗൾഫ് മലയാളികളോട് നമ്മൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവരുടെ നാട്ടിലെ കുടുംബങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഏറ്റെടുത്ത് പരിഹരിക്കേണ്ടത് ഈ സർക്കാരിന്റെ ബാധ്യതയായി ഞങ്ങൾ കരുതുന്നു. മിക്കവാറും ഇതൊരു രാഷ്ട്രീയ ഗമിക്ക് മാത്രമാണെന്ന് ഗൾഫ് മലയാളികൾക്ക് പരാതിയുണ്ട്. മന്ത്രിക്കൊരു ഗൾഫ് ടൂറും പാർട്ടി ഫണ്ടിലേക്ക് പിരിവ് നടത്താൻ ഇടനൽകും ഈ ക്ഷേമനിധി രൂപീകരണമെന്ന് പരാതി വന്നാൽ താങ്കൾ എങ്ങനെ നേരിടും? ശക്തമായി നേരിടും. ആ പരാതി അടിസ്ഥാനരഹിതമാണ്.
ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ചിലപ്പോഴൊക്കെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടി വരും. അവരുടെ അവിടുത്തെ ദയനീയ ജീവിത ചുറ്റുപാടുകൾ നേരിട്ടറിയാൻ, അവരുടെ തൊഴിലിടങ്ങളിലെ ദുരവസ്ഥ അടുത്ത് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ ചീപ്പ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൊണ്ട് നേരിടുന്നതിൽ അർത്ഥമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. സർ, ഒരു മിനിറ്റ്. യെസ്. ഞാൻ ഉണ്ണികൃഷ്ണൻ, അബുദാബിയിലെ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം സാർ അവിടെ വന്നപ്പോ കേരള സെൻട്രൽ വെച്ച് കണ്ടിരുന്നു. ആ, ഉണ്ണികൃഷ്ണൻ ഇപ്പൊ നാട്ടിൽ വന്നു. സർ, ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ്. ഉണ്ണികൃഷ്ണൻ, സീ യു അഗൈൻ അറ്റ് അബുദാബി. സർ, ഇതൊരു നിവേദനമാണ്. ഞാൻ ഗൾഫിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് മുഴുവൻ ഒരു എഞ്ചിനീയർ പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. സാറ് വേണ്ട ആക്ഷൻ എടുക്കണം. സർ, ഇക്കാര്യത്തിൽ ഒരു പെറ്റീഷൻ നേരത്തെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്വേഷിക്കുന്നുണ്ട് സർ. എന്നാ ഇതും കൂടെ താമസിച്ചു. അപ്പൊ ഉണ്ണികൃഷ്ണൻ വരട്ടെ, അന്വേഷിക്കാവോ?